കേരള ബാങ്ക് ലയനം ശരിവെച്ച് ഹൈക്കോടതി. മലപ്പുറം ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച നടപടി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. വിശദാംശങ്ങൾ ജോൺ ലോറൻസ് നമുക്ക് നൽകുന്നുണ്ട്. ജോൺ ലോറൻസ്, കേരള ബാങ്ക് ലയനം ഇപ്പോൾ ഹൈക്കോടതി ശരിവെച്ചു. മലപ്പുറം ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ചില നടപടികളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ കേരള ബാങ്ക് രൂപീകരണത്തെ ശക്തമായി എതിർത്തുകൊണ്ട്, അതായത് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കുന്നതിനെതിരെ ശക്തമായ എതിർപ്പുമായി മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് രംഗത്ത് വരികയും അതേ തുടർന്ന് ഈ കേരള ബാങ്ക് രൂപീകരണം വഴിമുട്ടി നിൽക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത് മറികടക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ജനറൽ ബോഡി, അതായത് ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ജനറൽ ബോഡി 2/3 ഭൂരിപക്ഷത്തോടെ അംഗീകരിച്ചാൽ മാത്രമേ ലയനം സാധുവാകൂ എന്നുള്ള ആ വ്യവസ്ഥ, അത് കേന്ദ്ര നിയമത്തിലും ഈ വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥ സർക്കാർ ഭേദഗതി ചെയ്തു. സർക്കാർ അത് കേവല ഭൂരിപക്ഷം മതിയാവും ഏതെങ്കിലും ഒരു ബാങ്കിനെ മറ്റൊരു ബാങ്കിൽ ലയിപ്പിക്കുന്നതിന്, ഏതെങ്കിലും ഒരു സഹകരണ ബാങ്കിനെ മറ്റൊരു ബാങ്കിൽ ലയിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു കേന്ദ്ര ബാങ്കിലോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാർ ഷെഡ്യൂൾഡ് ബാങ്കിലോ ലയിപ്പിക്കുന്നതിന് 2/3 ഭൂരിപക്ഷം എന്ന വ്യവസ്ഥ വേണ്ട, കേവല ഭൂരിപക്ഷം മതി. ഇതിൽ രാഷ്ട്രീയമുണ്ട്. UDF ഭരിക്കുന്ന ഒരു ബാങ്കാണ് ഈ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. അതുകൊണ്ട് കേവല ഭൂരിപക്ഷം മതി, 2/3 ഭൂരിപക്ഷം വേണ്ട എന്നുള്ളൊരു നിയമ ഭേദഗതി സഹകരണ രജിസ്ട്രാർ കൊണ്ടുവന്നു. ഇതിനെതിരെ വലിയ ശക്തമായ രീതിയിലുള്ള മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും UDFൻ്റെ ഭാഗത്തുനിന്നൊക്കെ ശക്തമായ പ്രതിഷേധം ഉയരുകയും നിയമ പോരാട്ടത്തിലേക്ക് പോവുകയും ചെയ്തു. അതിനിടയിൽ തന്നെ കേരള ബാങ്ക് രൂപീകരണം വഴിമുട്ടി. അതിനിടയിലാണ് സർക്കാർ ഈ കേവല ഭൂരിപക്ഷം മതി എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവന്ന് അതിനെയും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ആ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ മറ്റൊരു ഭേദഗതി 2019 ലയനത്തിന് കേവല ഭൂരിപക്ഷം മതി എന്നുള്ള സഹകരണ ഭേദഗതി സഹകരണ രജിസ്ട്രാർ കൊണ്ടുവന്ന് അതിനുശേഷം 2021 പൊതു താല്പര്യം കണക്കിലെടുത്ത് ഏതെങ്കിലും ഒരു ബാങ്കിനെ മറ്റൊരു ബാങ്കിൽ ലയിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന രീതിയിൽ സഹകരണ ഭേദഗതി കൊണ്ടുവന്നു. ഇതേ തുടർന്ന് കേരള ബാങ്കിൻ്റെ രൂപീകരണവും സാധ്യമായി. കേരള ബാങ്ക് രൂപീകരണത്തിന് റിസർവ് ബാങ്കിൻ്റെ അനുമതി ഉണ്ടായിരുന്നു. ഈ മുൻകൂർ അനുമതിയോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ ഈ നടപടിയെല്ലാം സ്വീകരിച്ചത്. പക്ഷേ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ തീരുമാനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ശരിവെച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റും മുൻ ലീഗ് MLAയുമായ AU ലത്തീഫും ജില്ലയിലെ 93 പ്രാഥമിക സഹകരണ സംഘങ്ങളും ഹൈക്കോടതിയെ സമീപിച്ചു. അതിലാണ് ഇപ്പോൾ കോടതി സുപ്രധാനമായ വിധി പറഞ്ഞിരിക്കുന്നത്. കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ജില്ലാ സഹകരണ ബാങ്കിനെ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ചത് സാധുവാണ്. അത് നിയമപരമാണ്. റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ തീരുമാനം നടപ്പിലായിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട് എന്ന് കോടതി ഇപ്പോൾ അസംദിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, റിസർവ് ബാങ്ക് ഇതിന് മുൻകൂർ അനുമതി നൽകിയതിന് ശേഷം ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ ഈ കേസ് വന്നപ്പോൾ അതിനെതിരെ സത്യവാങ്മൂലം നൽകി. അതായത് കേന്ദ്ര നിയമത്തിനെതിരാണ് സംസ്ഥാന സർക്കാരിൻ്റെ നടപടി. അതുകൊണ്ട് ഈ വ്യവസ്ഥ, അതായത് ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച ഈ നടപടി അസാധുവാക്കണമെന്നുള്ള രീതിയിലുള്ള സത്യവാങ്മൂലം നൽകിയിരുന്നു. അപ്പോൾ തന്നെ കോടതി ചോദിച്ചു, മുൻപ് അനുമതി കൊടുത്തതിന് ശേഷം ഇപ്പോൾ എതിർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഈ ആദ്യം സർക്കാരിന് ഒരു അനുമതി നൽകിയതിന് ശേഷം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടെടുത്ത റിസർവ് ബാങ്കിനും ഈ കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ തിരിച്ചടി വ്യക്തമാണ്. ജോൺ ലോറൻസ്, ഇപ്പോൾ കേരള ബാങ്ക് ലയനം ശരിവെച്ച ഹൈക്കോടതി മലപ്പുറം ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. വിശദാംശങ്ങൾ നൽകിയത് ജോൺ ലോറൻസ് ആണ്.